കറുത്ത നിറമുള്ള നീയാണോ ഡോക്ടറാകാൻ പോകുന്നത് എന്നുള്ള പരിഹാസം. പഠിക്കാൻ മിടുക്കിയായിട്ടും ഒരു ദിവസം അവധിയെടുക്കേണ്ടി വന്നപ്പോൾ നേരിടേണ്ടി വന്ന കളിയാക്കലുകൾ. വസ്ത്രധാരണത്തിന്റെ പേരിൽ അധിക്ഷേപം. 23-കാരിയായ യശസ്വിനി ജീവനൊടുക്കാൻ കാരണം ഇതെല്ലാമാണെന്ന ബന്ധുക്കളുടെ പരാതിയിലാണ് ബംഗളൂരു സൂര്യനഗർ പോലീസ് അവൾ പഠിച്ചിരുന്ന കോളേജിനെതിരെ കേസെടുത്തത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് യശസ്വിനി എന്നൊരു പെൺകുട്ടി ബാംഗ്ലൂരിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ്. പക്ഷേ 1-2 ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. വളരെ വേദനയുണ്ടാക്കുന്ന, ലജ്ജയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണത്. നിറത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി, നിറത്തിൻ്റെ പേരിലും സൗന്ദര്യത്തിൻ്റെ പേരിലും ഒരു പെൺകുട്ടി അവൾ പഠിക്കുന്ന കോളേജിൽ വെച്ച് അങ്ങേയറ്റം അപമാനം അനുഭവിക്കുക എന്ന് വെച്ചാൽ, അവഹേളനം അനുഭവിക്കുക എന്ന് വെച്ചാൽ അതിലും വലിയൊരു ദുഃഖമില്ല. കാരണം ആ പെൺകുട്ടിയെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ട അധ്യാപകന്മാരിൽ നിന്നും പ്രിൻസിപ്പാളിൽ നിന്നാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. കുട്ടിക്കാലത്തെ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. പക്ഷേ കളറിൻ്റെ പേരിൽ ശരീരത്തിൻ്റെ തൊലി അല്പം കറുത്തു പോയതിൻ്റെ പേരിൽ ഒരുപാട് പേരിൽ നിന്ന് അവഹേളനമേറ്റു. എങ്കിലും നന്നായി പഠിച്ച് ഒരു നിലയിലെത്തിയാൽ ഈ ഒരു വാക്കുകൾക്കൊക്കെ ഒരു ഉത്തരമുണ്ടാവും, താൻ ഉയരങ്ങളിലെത്തുമെന്നൊരു ചിന്ത ഈ പെൺകുട്ടിയെ മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി നന്നായി പഠിച്ചു. ഈ ദന്തൽ ഡോക്ടർ ആവാൻ അവൾ തീരുമാനമെടുത്തു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആണ് ഈ പെൺകുട്ടി ബാംഗ്ലൂരിലെ കോളേജിലേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് ഇതിന് മുമ്പൊക്കെ ഉണ്ടായതിലും അധികം വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ഒരു മനസ്സിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാക്കുകളായിരുന്നു. കറുത്ത നീയാണോ ഒരു ഡോക്ടർ ആവാൻ പോകുന്നത്? ഒരു അധ്യാപകന്മാരുടെ ചോദ്യമാണ്. എന്താണ്, കറുത്തവർക്ക് ഡോക്ടർ ആവാൻ പറ്റില്ലേ? കറുത്ത ഡോക്ടർമാരില്ലേ? കറുത്തവർ ചികിത്സിച്ചാൽ രോഗം ഭേദമാവില്ലേ? എന്താണ് ഇവരൊക്കെ മനസ്സിലാക്കുന്നത്? തൊലി അല്പം കറുത്തുപോയി എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ആവാൻ പറ്റില്ല, അതല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, ഉയർന്ന വിദ്യാഭ്യാസത്തിന് യോഗ്യതയില്ല, വിവാഹം കഴിക്കുകയാണെങ്കിൽ നല്ല ജോലിയുള്ളൊരു ഭർത്താവിനെ ലഭിക്കാൻ യോഗമില്ല. ഇങ്ങനെ എന്തൊക്കെ തരത്തിലാണ് ഈ കറുത്ത പെൺകുട്ടികൾ അല്ല കറുത്തു പോയതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത്? ഇത് അവരുടെ തെറ്റുകൊണ്ടാണോ കറുത്തു പോയത്? ഒരാൾക്ക് ജീവിതത്തിൽ വേണ്ടത് കളറാണോ? അതല്ലെങ്കിൽ ഈ കറുത്തതിനെന്തെങ്കിലും മഹാരോഗം എങ്ങനാണോ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടാൻ? ഒരു സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? എന്താണ് നമ്മുടെ സമൂഹമൊക്കെ ഇന്നും മനസ്സിലാക്കുന്നത് എന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. കറുത്തതിൻ്റെ പേരിൽ എന്നും എക്കാലവും ഓരോ പെൺകുട്ടികളും മാനസികമായി ശാരീരികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിലെ വേലക്കാരിയെ പോലെ ജീവിക്കാനാണോ കറുത്ത മനുഷ്യർ? കറുത്തുപോയതിൻ്റെ പേരിൽ അവർക്ക് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, മനസ്സുണ്ട്. എന്താണ് ഇതൊന്നും ആരും മനസ്സിലാക്കാത്തത്? ഇവർക്കൊക്കെ തന്നെ ഒരുപാട് ജീവിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇവർക്കും ഡോക്ടർ ആവാനും എൻജിനീയർ ആവാനും പൈലറ്റ് ആവാനും ഒക്കെ ആഗ്രഹമുണ്ട്. അത് കറുത്ത് എന്നതിൻ്റെ പേരിൽ അവരെ നിങ്ങൾ എന്തിനാണ് മാറ്റി നിർത്തപ്പെടുന്നത്? എന്ത് മനസ്സാണ് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് പഠിപ്പിക്കാനുള്ളത്? ഒരു കോളേജിൽ പഠിപ്പിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? വെളുത്തിട്ടുള്ളത് കൊണ്ടാണോ നിങ്ങളെ യോഗ്യത? അതല്ലെങ്കിൽ നിങ്ങളെ വിദ്യാഭ്യാസം കൊണ്ടാണോ? വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഒരു കൂട്ടം മനുഷ്യരെ നിന്ദിക്കുക, അവഹേളിക്കുക എന്നൊന്നുമല്ല. ഒരാളെ മനസ്സും കൂടി ഉയർത്തുന്നതാണത്. ഈ മനസ്സ് ഇത്രയും നിലവാരമില്ലാത്ത നിങ്ങളൊക്കെ എന്ത് വിദ്യയാണ് ഈ സമൂഹത്തിനെ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല. ആ കോളേജിൻ്റെ പടി കയറാനുള്ള യോഗ്യതയില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ മാത്രമാണ് യോഗ്യതയുള്ളത്. അല്ലാതെ
ഒരു മനുഷ്യത്വപരമായിട്ടോ മാനുഷികപരമായിട്ടോ ഉള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല. നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ബംഗളൂരുവിൽ 3ാം വർഷ ഡെന്റൽ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ കോളേജ് അധ്യാപകർക്കും പ്രിൻസിപ്പലിനുമെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. നിറത്തിന്റെ പേരിലടക്കം യശസ്വിനി എന്ന വിദ്യാർത്ഥിനി അധിക്ഷേപം നേരിട്ട് വന്ന മാതാപിതാക്കളുടെയും സഹപാഠികളുടെയും പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. വ്യാഴാഴ്ചയാണ് 23-കാരി യശസ്വിനി ബംഗളൂരു ചന്താപുരയിലെ വീട്ടിൽ ജീവനൊടുക്കിയത്. കറുത്ത നിറമുള്ള നീയാണോ ഡോക്ടറാകാൻ പോകുന്നത് എന്നുള്ള പരിഹാസം. പഠിക്കാൻ മിടുക്കിയായിട്ടും ഒരു ദിവസം അവധിയെടുക്കേണ്ടി വന്നപ്പോൾ നേരിടേണ്ടി വന്ന കളിയാക്കലുകൾ. വസ്ത്രധാരണത്തിന്റെ പേരിൽ അധിക്ഷേപം. 23-കാരിയായ യശസ്വിനി ജീവനൊടുക്കാൻ കാരണം ഇതെല്ലാമാണെന്ന ബന്ധുക്കളുടെ പരാതിയിലാണ് ബംഗളൂരു സൂര്യനഗർ പോലീസ് അവൾ പഠിച്ചിരുന്ന കോളേജിനെതിരെ കേസെടുത്തത്. 4 അധ്യാപകർക്കും പ്രധാന അധ്യാപകനുമെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. യശസ്വിനിയുടെ മരണത്തിൽ ബന്ധുക്കളും സഹപാഠികളും പ്രതിഷേധം കടുപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി. ഇത്തരം നീചമായിട്ടുള്ള ദുഷിച്ച കാഴ്ചപ്പാടുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആചാരം എന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. പല കാര്യങ്ങളും മനുഷ്യർ മാറി ചിന്തിച്ചു തുടങ്ങി. പക്ഷേ ഈ ഒരു കാര്യങ്ങളിൽ മാത്രം, അതായത് നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കാര്യത്തിൽ മാത്രം ഇന്നും അങ്ങനെ തന്നെ അതേ മനസ്സോടുകൂടി തുടരുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് സൗന്ദര്യമോ നിറമോ ഒന്നുമല്ല. നമുക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും സമാധാനവുമാണ്. ഈ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം കണ്ടെത്താനാവുകയുള്ളൂ. ഈ മാനസികമായി തകർക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരാളെ തകർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരാദ്യം ശ്രമിക്കുന്നത് അവരെ മനസ്സിനെ തകർക്കാനാണ്. ഈ മനസ്സ് തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് താഴ്ന്നു പോകും. നമ്മളെ ചിന്തകൾ ഇങ്ങനെ നീറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നല്ല എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, ഒരു നല്ലൊരു സോങ് കേൾക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ മനഃപൂർവ്വം തള്ളിവിടുന്ന ചിലരുണ്ട്. ഇപ്പോൾ ഈ ഒരു അധ്യാപകന്മാർ എന്ന് പറയുന്നത് വിദ്യ പഠിപ്പിക്കേണ്ടവരാണ്, അല്ലാതെ ഒരു പറ്റം ആൾക്കാരെ മാറ്റി നിർത്തേണ്ടവരല്ല. എന്നിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ ആ ഒരു കോളേജിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർ അങ്ങേയറ്റം നിലവാരം കുറഞ്ഞവരാണ്. അവർ ഒരിക്കലും ഒരാളെയും വിദ്യ പഠിപ്പിക്കാനുള്ള യോഗ്യതയില്ല. ബി.എഡും MCOM ഇതൊന്നും ഉണ്ടായിട്ടൊരു കാര്യവുമില്ല. ഇവർക്ക് ഒരിക്കൽ പോലും ഒരു ഡിഗ്രിയുടെയും ക്വാളിഫിക്കേഷൻ ഇല്ല. കാരണം ഇവർ മനസ്സിൻ്റെ ആ ഒരു തൂക്കം നോക്കുന്നവരും ഇവർ അങ്ങേയറ്റം താഴ്ന്ന തട്ടിലുള്ളവരാണ്. ഇവരെ വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ വിദ്യ പഠിപ്പിക്കുന്നത്. ഇവരെന്താണ് അവിടെ നിന്ന് പഠിക്കുക? ഈ കുട്ടികൾ എന്ത് വിദ്യയാണ് ഇവരിൽ നിന്ന് പഠിക്കുന്നത്? ഒരു വിദ്യ ഒരാളിലേക്ക് പകർന്നു നൽകുക എന്ന് വെച്ചാൽ അതിലും വലിയൊരു കാര്യം വേറെയില്ല. അങ്ങനെയുള്ള അധ്യാപകന്മാരെ കുട്ടികളെ വഴി തെറ്റിക്കുകയാണ്, വഴിവിട്ട ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മളൊക്കെ കണ്ടുവരുന്നത് അതാണ്. അവരിൽ നിന്ന്, ഒരു അധ്യാപകന്മാരിൽ നിന്ന് നമുക്ക് ഒരു ഗുണവും പഠിക്കാനില്ല. ഒരു ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത് എന്നാണ് പലരുടെയും ധാരണ. ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച്, ഞാൻ അങ്ങനെ പഠിച്ചു, ഞാൻ ഇങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാണ് പല അധ്യാപകന്മാരും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അവരെ കഷ്ടപ്പാട് പോലെ ഇന്നുള്ള തലമുറക്ക് കഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല. ഞാൻ ഈ ഒരു കാര്യത്തിൽ വേണ്ടിയിട്ട് പറയല്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഞങ്ങളെ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്, അങ്ങനെ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ തലമുറ പഠിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്.